എല്ലാവർക്കും നമസ്കാരം. സലാറിൻ്റെ സെക്കൻഡ് ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഇതിൻ്റെ അത് സോംബി ഫൈറ്റൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. പിന്നെ ഡുങ്കിയുടെ പെട്ടിയുടെ അവസാനത്തെ ആണിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ട്രെയിലർ കണ്ടിട്ട് പറയാം. അതിലൂടെ തന്നെ പൃഥ്വിരാജ് മരിക്കുമെന്നൊക്കെ ഫസ്റ്റ് ട്രെയിലർ കണ്ടപ്പോൾ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇല്ല, പൃഥ്വിരാജ് മരിക്കുന്നില്ല. സലാറിൻ്റെ സെക്കൻഡിൽ അടുത്ത വർഷം ജൂണൊക്കെ ആകുമ്പോൾ പൃഥ്വിരാജ് ജോയിൻ ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഡെഡ്. സോ സലാറിൻ്റെ ട്രെയിലർ കാണാം. തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ട ഇൻട്രോ രാവിലെ 10:30 എടുത്തതാണ്. പിന്നീട് 2 മണിക്ക് വന്നായിരുന്നു. ഇപ്പോൾ 2:24 റിലീസാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സലാറിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ പ്ലീസ് ഐ കൈൻഡ്ലി റിക്വസ്റ്റ് അപ്ലോഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേ നേരമായിട്ട് അപ്ലോഡിങ് ആണ്. അങ്ങനെ അവസാനം ട്രെയിലർ വന്നിട്ടുണ്ട്, കാണാം. കുട്ടിക്കാലത്ത് നിന്നോട് പറഞ്ഞ ആ കഥ, പേർഷ്യൻ സാമ്രാജ്യത്തിലെ സുൽത്താൻ എത്ര കണ്ണാടി വെച്ച പൃഥ്വിരാജ് കുറച്ച് ഓവറായില്ലേ, നോക്കാം. വലിയ പ്രശ്നമുണ്ടായാലും തന്റെ ശക്തമായ സൈന്യത്തെ ആശ്രയിക്കാതെ പരിഹാരം തേടിയത് ഒരാളോട് മാത്രം. എടാ, മെക്കാനിക്കിന് സ്പാനറും റിഞ്ചൊക്കെ ഉപയോഗിക്കാൻ മാത്രമല്ലടാ അറിയുള്ളൂ. ഇവനൊക്കെ ഗണ്ണ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? സോറി ഭായ്, मैं बीच से लेता हूं. ഒരു എൻട്രിയാണ്. സുൽത്താൻ ആഗ്രഹിക്കുന്നത് നടത്തിക്കൊടുത്തവൻ, സുൽത്താന്റെ എതിരാളികളെ നിഗ്രഹിക്കുന്നവൻ. Wait. I need a drink. Do you have? ഇങ്ങനെയല്ലേ നമ്മുടെ മണ്ണാർ എന്തുവാടാ അത്? ആർമി ഹോളിവുഡ് മൂവി കാണുന്ന പോലെ, ലൈക്ക് മാഡ് മാക്സ് കണ്ടുള്ളവർക്ക് അറിയാം. വാട്ട് ഈസ് ദാറ്റ്? ഭയങ്കര ഹ്യൂജ് ആയിട്ട്. ആർമി ഗേറ്റിനടുത്ത് മാത്രമല്ല, ഖാൻ സാർ മുഴുവൻ ഹൈ അലേർട്ട് ആയിരിക്കാൻ പറയൂ. ഖാൻ സാറിൽ കാൽക്കുലേറ്റർ വെച്ചുള്ള കണക്ക് കൂട്ടലുകൾ വില പോവില്ല. പൃഥ്വിരാജിൻ്റെ ഡബിങ് അത്ര രസമായിട്ട് തോന്നുന്നില്ല. ചുവന്നെരിയണം. അതുകൊണ്ട് തന്നെയാണ് ഒരു കണക്ക് കൂട്ടലിലും പെടാത്ത ഒരുത്തനെയും കൊണ്ടുവന്നത്. എരിയുന്ന കനലുകൊണ്ടായാലും ഇവരുടെയൊക്കെ ചോര കൊണ്ടായാലും അവന്റെ പേര് അറിയാം ബാബ. ഖാൻ സാർ ഒരുപാട് പേരുടെ കഥ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഖാൻ സാറിന്റെ കഥ മാറ്റിയത് 2 ഉറ്റ സുഹൃത്തുക്കൾ ബദ്ധവൈരികളായി മാറിയപ്പോഴാണ്. ട്രെയിലർ നൈസാണ്. മറ്റേ ട്രെയിലറിൽ നിന്നും ഇതിന് എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുന്നത്, ഈ ട്രെയിലറിൻ്റെ അകത്ത് ഈ സിനിമയുടെ ഒരു സെറ്റിനെ കുറിച്ച് കൂടുതലും കാണിച്ചിട്ടുണ്ട്. അതായത് ഭയങ്കര ഹ്യൂമങ്കസ് ആയിട്ടുള്ള സെറ്റാണ്. ഭയങ്കര ഇവരുടെ ക്യാരക്ടേഴ്സിനെക്കാട്ടിലും നമുക്ക് സെറ്റ് നമ്മളിത് പേടിപ്പെടുത്തും. അതുപോലെ തന്നെ മാഡ് മാക്സിൻ്റെ റെഫറൻസ്, അതായത് ആർമി വരുന്ന ആ ഒരു രീതി, ആൻഡ് ആ ഒരു സെറ്റിനൊരു സോളൊക്കെ എവിടെയൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ ഡബിങ് ഐഡിയയിലേക്ക് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യാം. പ്രഭാസ് ഈസ് ലിറ്റ്.
പ്രഭാസ് ഭയങ്കര ബ്ലഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഭയങ്കര ഓവറാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് അതിൻ്റെ അകത്ത് ഒന്നും പറയാനില്ല. ബട്ട് ഈ മലയാളം നടനായിട്ടുള്ള പൃഥ്വിരാജ് അവിടെ പോയിട്ട് മലയാളം സംസാരിക്കുമ്പം എന്തോ ആ സിനിമയ്ക്കനുസരിച്ച് ഒരു ഡബ്ബിങ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കിട്ടിയിട്ടില്ല. ബട്ട് ട്രെയിലർ ഭയങ്കര പ്രോമിസിങ് ആണ്. എന്ന് വെച്ചാൽ നമ്മളെ ഞെട്ടിക്കും ഉറപ്പായിട്ടും. നമ്മളെ ക്യാരക്ടേഴ്സിനെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് ആ സെറ്റ് നമ്മളെ പേടിപ്പിക്കുന്നത്. ആൻഡ് ഇതിനൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് സലാറിന് 1 minute 24 seconds ആൻഡ് അത് KGF ആയിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും എന്നും പറയുന്നുണ്ട്. അത് ഭയങ്കര രസമുള്ളൊരു അപ്ഡേറ്റാണ്. എൻ്റെ ഈ തിയേറ്റർ പൂരപ്പറമ്പാണ്. ക്രിസ്മസ് സലാറ് കൊണ്ടും അതൊക്കെ ഉറപ്പുള്ള കാര്യമാണ്. അത്രയ്ക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടറിൽ നിന്ന് വരുന്നൊരു വർക്കാണ്. ടു മച്ച് എക്സൈറ്റഡ് ആണ്, ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ലെറ്റ്സ് സീ തിയേറ്റേഴ്സ്. KGF 2 തന്ന ഒരു ഗൂസ് ബംസ് വീണ്ടും കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.